തന്നെയും പിന്നെ ഇനിയെല്ലാം ഈശ്വരൻ്റെ പിന്നായ വിദഗ്ധന്മാരും വേണ്ട പോലെ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടില്ല. ഞാനിങ്ങനെ ഗൾഫിലൊക്കെ പോയി അതിനുശേഷം ഈ സ്റ്റീലിൻ്റെ വർക്കില്ലേ, സ്റ്റെയർ കേസൊക്കെ ഇവിടുത്തെ പണിയും ഞാനാണ് ചെയ്തത്. ഈ സ്റ്റെയർ കേസും ഗ്ലാസും ഒക്കെ ഇട്ട് ചെയ്തത്. അപ്പോൾ അത്രയ്ക്കും അടുപ്പമുള്ളതാണ്. പക്ഷേ ഇങ്ങനൊരു ചതി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കിട്ടണം. നല്ല രീതിയിൽ നീതിന്യായം അന്വേഷണം നടത്തിച്ചിട്ട് ചെയ്യണം. അല്ലാതെ ഇത് ഇവിടെ വച്ച് അടക്കം ചെയ്ത് അത് പോരാ. മണ്ണ് മുകളിലായി കഴിഞ്ഞാൽ എല്ലാം പോയെന്നാണ് ഈ കോട്ടയത്തുകാരൻ ചെറുപ്പക്കാരനായ ആ വിദഗ്ധൻ, ബുദ്ധിവിദഗ്ധനായ സീതന കൊതിയൻ ആലോചിക്കുന്നത്. പല മാർഗവും ഉണ്ട്. പക്ഷേ ഇത് അവൻ നാട്ടിൽ നിന്നല്ലേ നാളെ വരുമല്ലോ. പക്ഷേ അന്ന് വേണ്ട പോലെ കൈകാര്യം ചെയ്യാം. പക്ഷേ അതിനു മുമ്പായിട്ട് ഇവനെ പൂട്ടണം, കയ്യാമം വെച്ച് കൊണ്ടുവരണം. അതിനു വേണ്ടി വേണം അനുഭവിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാം കുഞ്ഞുങ്ങൾ ഞാനിവിടെ ഉള്ള സമയത്തൊക്കെ ജനിച്ച് വളർന്ന കുഞ്ഞുങ്ങളതാ ഇതുമല്ല. അതിനെ കണ്ടാലേ നമസ്കാരം ചെയ്തതിനെ പുഷ്പമിട്ട് പൂജിച്ച് വളർത്തിയെടുക്കേണ്ട കൊച്ചാ ഈ ഇവൻ കൊന്നെന്ന് പറഞ്ഞത്. പക്ഷെ അവൻ അത് തൂങ്ങിയൊന്നും ചത്തതൊന്നും ആയിരിക്കത്തില്ല. അതിനെയാണ് കൊന്ന് സീതനം കുറവാണെന്നും പറഞ്ഞ്. ഇവനൊരു മനുഷ്യനാണോ സഹോദര? നമുക്ക് മക്കളൊക്കെ ഉള്ളതല്ലേ അല്ലേ? എനിക്ക് 3 മക്കളാണ്. അതാണ് പറഞ്ഞത്. അത് ഗൾഫിലൊരു ജോലിയായി കല്യാണം കഴിച്ചു കൊടുത്ത് എന്നിട്ട് അവന് സീതനം പോരാന്നും പറഞ്ഞുള്ള ദൈനംദിനാട്. പക്ഷേ ഇത് തൂങ്ങിച്ചത്തതോ വിഷമടിച്ചതോ ആവാൻ വഴിയില്ല. ഇത് മനഃപൂർവ്വം ഒഴുകിയിട്ട് ചിലപ്പോൾ അവന് അവിടെ വേറെ സ്ത്രീകൾ കാണും. അങ്ങനെയും വരാൻ വഴി. ഗൾഫിലല്ലേ ഒരുപാട് പരിപാടി സ്ഥലത്ത് നടക്കുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ അങ്ങനെയുള്ള പരിപാടി ഇതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ, ഈ കുഞ്ഞിനെ കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവന് സ്വസ്ഥമായിട്ട് അവിടെ ഗൾഫിൽ തന്നെ വിഹരിച്ച് ജീവിക്കാം. അങ്ങനെയും വരാൻ വഴിയുണ്ട്. അത് നീതിന്യായ വകുപ്പിൻ്റെയും എംബസിയുടെ ഇതിനനുസരിച്ച് ചോദ്യം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ സംഭവം വെളിപ്പെടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.